വിഷുവിനും ഓണത്തിനൊക്കെ സദ്യ തയ്യാറാക്കുമ്പോൾ പായസം ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾ. എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് KLF കോക്കോനാടിൻ്റെ ഇൻസ്റ്റൻറ്റ് അടപ്രഥമൻ മിക്സ് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി പായസം വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. 3 സെപ്പറേറ്റ് പാക്കറ്റ് ആയിട്ടാണ് ഇൻഗ്രീഡിയൻസ് വരുന്നത്. അതേപോലെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒരു പ്രഷർ കുക്കറിലേക്ക് 500 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഇതിലെ പാക്ക് നമ്പർ 1ലുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അടയും ശർക്കരയും ഏലക്കയും എല്ലാം ചേർന്നിട്ടുള്ള മിക്സാണ്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ടൊന്ന് മൂടി വെക്കാം. എന്നിട്ട് ഏറ്റവും ചെറു തീയിൽ വെച്ച് നമുക്ക് 3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി പ്രഷർ ഫുള്ളായിട്ട് പോയതിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ അത് അടയൊക്കെ നന്നായിട്ട് വെന്ത് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞൊന്നും പോകാതെ ഉടഞ്ഞൊന്നും പോകാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പാക്ക് നമ്പർ 2ലുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് 200 മില്ലി വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ തേങ്ങാപ്പാലാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കത് കട്ടയൊന്നും കെട്ടാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇവിടെ നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിനി പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് തേങ്ങ ചിരവണ്ട, പാല് പിഴിഞ്ഞെടുക്കേണ്ട, ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ തേങ്ങാപ്പാൽ ഈ അടയും ശർക്കരയും കൂടി വേവിച്ചതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് എടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് ഏറ്റവും ചെറു തീയിൽ വെച്ച് നമുക്ക് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിളവരേണ്ട ആവശ്യമുള്ളൂ. ഒരുപാട് സമയം തിളപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കൺസിസ്റ്റൻസിയാണ്. ഇനി നമുക്ക് പാക്ക് നമ്പർ 3ലുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നട്ട്സ്, കിസ്മിസ്, അതുപോലെ തേങ്ങാക്കൊത്താണ്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ നെയ്യൊക്കെ ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഈ ഒരു പ്രഥമൻ ഉണ്ടാവുക. സാധാരണ നമ്മൾ വീട്ടിൽ തന്നെ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞെടുത്തുണ്ടാക്കുന്ന അതേ രുചിയിലുള്ള അടിപൊളി അടപ്രഥമനാണ്. ഇതിനിരിക്കുന്തോറും ഒന്നുകൂടിയിട്ട് കുറുകി വരും. അപ്പോൾ ഇത്തവണ വിഷുവിന് KLF കോക്കോനാടിൻ്റെ ഇൻസ്റ്റൻറ്റ് അടപ്രഥമൻ മിക്സ് ഉപയോഗിച്ചുണ്ടാക്കുന്ന അടിപൊളി അടപ്രഥമൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുക്കറിൽ ഒരു 3 വിസിൽ വരെ വേവിക്കേണ്ട ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ.